പ്രാചീന ശിലായുഗ മനുഷ്യൻ ഒരിടത്തും സ്ഥിരമായി താമസിക്കുന്ന ശീലക്കാരനായിരുന്നില്ല. മലയിടുക്കുകളിലും ഗുഹകളിലും വൃക്ഷങ്ങളിലുമൊക്കെ അവൻ അന്തിയുറങ്ങിയും മൃഗങ്ങളെയും പക്ഷികളെയും കല്ലെറിഞ്ഞു കൊന്നും അവയുടെ മാംസം ഭക്ഷിച്ചും വനങ്ങളിൽ നിന്ന് സുലഭമായി ലഭിച്ചിരുന്ന കായ്കനികളും കിഴങ്ങുകളും പക്ഷികളുടെ മുട്ടകളും അവന് അനുകരണശീലമുള്ള നാം മലയാളികൾക്ക് പാശ്ചാത്യരുടെ സ്വാദൂറും ഭക്ഷണവും വടക്കേന്ത്യൻ ഭക്ഷണവും എന്നും സ്വാഗതമരുളിയ ചരിത്രമാണുള്ളത്. അതിനുദാഹരണമാണ് നാം നടത്തിവരാറുള്ള ഭക്ഷ്യമേളകൾ. അതിനാൽ നമ്മുടെ ഭവനങ്ങളിൽ ഏതൊരു വിശേഷം നടന്നാലും, അത് പിറന്നാളായാലും വിവാഹമായാലും, പരമ്പരാഗത ഭക്ഷണത്തിനു പുറമെ നോർത്ത് ഇന്ത്യൻ ഫുഡും ചൈനീസ് ഫുഡും ഒഴിച്ചുകൂടാനാകാത്ത വിധം ഇടം നേടിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഈ മേഖല ഒരു പ്രത്യേക സമ്പ്രദായത്തിന്റെ അകമ്പടിയിലാണ്. കാറ്ററിംഗ് എന്ന പേരിൽ ഇന്ന് നമ്മുടെ എല്ലാ സൽക്കാരവേളകളും ഈ പുത്തൻ സംസ്കാരം കൈയടക്കിയിരിക്കുന്നു. ഇവിടെ ഈ മേഖലയിൽ ഇന്ന് തൻ്റേതായ വൈദഗ്ധ്യം തെളിയിച്ച് മുന്നേറുകയാണ് അക്ഷയയിലൂടെ എസ്.കെ. അനിൽകുമാർ എന്ന കണ്ണൻ. ഒരുപക്ഷെ മലയാളികൾക്ക് മുന്നിൽ കാലങ്ങൾക്കു മുമ്പേ ഈ സംസ്കാരത്തെ പറിച്ചു നട്ടതും ഇദ്ദേഹത്തിന്റെ കർമ്മബുദ്ധിയും നിതാന്ത പരിശ്രമത്തിന്റെയും ഫലമാണ്. ഇന്ന് 1-9 എന്ന രീതിയിൽ മുളപൊട്ടുന്ന കാറ്ററിംഗ് മേഖലയിൽ ഒരു ജീവിതയാത്ര കൊണ്ട് വിജയം നേടിയ ഇദ്ദേഹം ഈ രംഗത്ത് അപ്പോഴപ്പോഴായി പുത്തൻ ട്രെൻഡുകൾ പ്രാവർത്തികമാക്കി മലയാളികളുടെ മനസ്സിലേക്ക് സ്ഥാനമുറപ്പിച്ചിരിക്കുകയാണ്. എസ്.കെ. അനിൽകുമാർ, രുചിഭേദങ്ങളുടെ തോഴൻ. ശേഷം പതിറ്റാണ്ടുകൾക്ക് മുമ്പ് അന്നത്തെ കാലത്തെ മലയാളികളുടെ സ്വപ്ന നഗരമായ ഗൾഫിലേക്ക് ചേക്കേറിയ ഇദ്ദേഹം യാദൃച്ഛികമായി എത്തപ്പെട്ടത് കാറ്ററിംഗ് മേഖലയിലായിരുന്നു. നീണ്ട 5 വർഷം അവിടെ ജോലി നോക്കിയ ഇദ്ദേഹം തിരികെ നാട്ടിലെത്തിയപ്പോൾ സ്വന്തമായി ഒരു ബിസിനസ് എന്ന ആശയത്തിലെത്തുകയും അതിന് ഇത് തിരിച്ചറിഞ്ഞ ഇദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിക്കുകയും തൃപ്പൂണിത്തുറയിലുള്ള അക്ഷയ എന്ന പേരിൽ ആഹാരം പാകം ചെയ്തു നൽകുന്ന പേരുകേട്ട കൃഷ്ണയ്യർ എന്ന സ്വാമിയുടെ അടുത്തെത്തി തന്റെ ആവശ്യം ഇന്ന് 1.5 പതിറ്റാണ്ടോട് അടുക്കുമ്പോൾ ഈ രംഗത്തെ നേതൃനിരയിൽ വളരാനും ഇദ്ദേഹത്തിന് സാധ്യമായി. തുടക്കത്തിൽ വളരെ ഒരു നഴ്സറി വിദ്യാർത്ഥി തന്നെ ആയിരുന്നു അന്നും. ഇന്ന് നഴ്സറി വിദ്യാർത്ഥി തന്നെ. കാരണം ഇത് ഓരോ കല്യാണവും നമുക്ക് ഓരോ പുതിയ അനുഭവമാണ് തരുന്നത്. ഓരോ ചെയ്യുന്നതിലുള്ള അനുഭവം ടെൻഷൻ കൂടുതലുള്ളൊരു ജോലിയാണ്. തുടക്കത്തിൽ ഇത്രയും വലിയ സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. വളരെ
പ്രയാസമായിരുന്നു ചെയ്യാൻ. അവൈലബിൾ സാധന പാത്രങ്ങളൊക്കെ അത്ര വലിയ പാത്രങ്ങൾ കിട്ടാനൊക്കെ അത് നേടിയെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നു. ഇത്രയും ഒരു സ്റ്റേജിലോട്ട് വലിയൊരു സ്റ്റേജിലോട്ട് വരാനായിട്ട് എനിക്ക് തോന്നുന്നു 2-3 വർഷത്തെ മുമ്പുമായിരിക്കാം എനിക്ക് ഇത്രയും വലുതായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണത്. വളരെ ഒരു കല്യാണം 2 കല്യാണമൊക്കെ ആയിരുന്നു. 4000 പേർക്ക് ചെയ്യുമ്പോൾ അത്രയ്ക്കുള്ള വലിയ വലിയ പാത്രങ്ങൾ വേണം, സ്ഥല സൗകര്യം വേണം, പണിക്കാർ വേണം. ഇപ്പോൾ പ്രശ്നമില്ല, നമുക്ക് 3-4 കല്യാണമാണെങ്കിലും ചെയ്യാൻ എളുപ്പമാണ്. വളരെയേറെ ശ്രദ്ധിക്കുന്നത് നൽകുന്ന ഫുഡിന്റെ ക്വാണ്ടിറ്റിയിലും അതിലുപരി ക്വാളിറ്റിയിലുമാണ്. ക്വാണ്ടിറ്റി ഇത് രണ്ടും വളരെയേറെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൽ ക്വാളിറ്റിയാണ് ഏറ്റവും മെയിൻ. പലതരത്തിലുള്ള സാധനം മാർക്കറ്റിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ 2 തരം ക്വാളിറ്റിയുള്ള സാധനങ്ങൾ കിട്ടും. അതിൽ നല്ല സാധനങ്ങൾ, ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ. ഇപ്പോൾ നിസ്സാരം ഒരു സാമ്പാർ പരിപ്പാണെങ്കിൽ പോലും പലതരത്തിലുള്ള മാർക്കറ്റ് കിട്ടുന്നുണ്ട്. അത് എല്ലാവർക്കും അറിയാമായിരിക്കും, വീട്ടമ്മമാർക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. നല്ല ക്വാളിറ്റികൾ തന്നെ ഉണ്ട്, വളരെ മോശമായ ക്വാളിറ്റി ഉണ്ട്. അതിൽ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിച്ച് വരുമ്പോൾ ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇത് കൊള്ളാം, ഇത് ചെയ്യുന്നത്. അങ്ങനെ വരുന്ന സാധനങ്ങൾ തന്നെ സെലക്റ്റീവായിട്ട് ഞങ്ങൾ സെലക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റിൽ നിന്ന്. വളരെ ശ്രദ്ധിച്ച് തന്നെയാണ് അത് ചെയ്യുന്നത് ക്വാളിറ്റിയുടെ കാര്യത്തിൽ. പിന്നെ കൊടുക്കുന്ന ക്വാണ്ടിറ്റി, ഒരാൾക്ക് കഴിക്കാൻ സഫിഷ്യൻ്റ് ആയിട്ടുള്ള ക്വാണ്ടിറ്റി ഉണ്ടാവണമെന്ന് നിർബന്ധം തന്നെയാണ് ഞങ്ങൾക്ക്. ഈ തിരുവനന്തപുരത്ത് പരക്കെ ഒരു പരാതി, കുറി തൊടുന്ന പോലെ വിളമ്പുന്നു എന്നുള്ളൊരു പരാതിയുണ്ട്. ഈ തൃപ്പൂണിത്തുറ പണിക്കാരെല്ലാവരും അവിടെയാണ് അറിയാമല്ലോ. അപ്പം അവിടെയെന്ന് പറയുന്നത് എല്ലാ ആഹാര സാധനങ്ങളും 2-3 പ്രാവശ്യം, അത് പണ്ട് കാലത്തെ പോലെ ചോദിച്ച്, പണ്ട് സാമ്പാർ വിളിച്ചാണ് വരുന്നത്. അതിപ്പോൾ തിരുവനന്തപുരത്ത് അത് നടക്കത്തില്ല, കാരണം തിരുവനന്തപുരത്തുകാർക്ക് അത് ഇഷ്ടമില്ല. ഇപ്പോഴും തൃപ്പൂണിത്തുറ ഭാഗങ്ങളിലെല്ലാം ഐറ്റംസ്, അതായത് ഫുഡിൻ്റെ ഈ സദ്യ വിളമ്പുമ്പോൾ സാമ്പാറാണെങ്കിലും പാലടയാണെങ്കിലും വിളിച്ചുകൊണ്ടാണ് വരുന്നത്. പാലട എന്ന് വിളിച്ചിട്ടാണ് വരുന്നത്. അപ്പം 2-3 പ്രാവശ്യം കറികൾ വിളമ്പാറുണ്ട് അവിടെ. അത് ഞങ്ങൾ ഇവിടെ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. അങ്ങനെ തൻ്റേതായ രീതിയിൽ മാറ്റങ്ങൾ കൂടി ഈ രംഗത്ത് നടപ്പിലാക്കിയ ഇദ്ദേഹം ഇവിടെ ആഹാരം പാകം ചെയ്യുന്നതിനുള്ള സമയം കൃത്യമായി ക്രോഡീകരിച്ചാണ് നടപ്പിലാക്കുന്നത്. ഇതിനായി തീർത്തും അനുകൂലമായ സാഹചര്യം ഒരുക്കിയിട്ടുള്ള ഇവിടെ പാചകം ചെയ്യുന്നതിനുള്ള പാത്രങ്ങളുടെ ശുചിത്വം മുതൽ പാകം ചെയ്യാൻ ആവശ്യമായ വെള്ളം പ്യൂരിറ്റി ചെയ്യുന്നതുൾപ്പെടെ വിളമ്പുന്നിടത്ത് വരെ ഓരോന്നിനും വ്യക്തമായ ചിട്ടയാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. ഇന്ന് 20ഓളം തൊഴിലാളികളാണ് ഇവിടെ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുന്നത്. ഇതിനു പുറമെ 50ഓളം തൊഴിലാളികൾ കൂടി പ്രവർത്തിക്കുന്ന ഇവിടെ ആഹാര സാധനങ്ങൾ പാചകം ചെയ്യുന്നത് ചീഫ് കുക്കുമാരുടെയും മാനേജറുടെയും മേൽനോട്ടത്തിലാണ്. അതിരാവിലെ തന്നെ ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന ഇവിടെ ഓരോ ഇടത്തേക്കുള്ളവയും കൃത്യമായി ചെറുപാത്രങ്ങളിലേക്ക് പകർന്നാണ് പ്രത്യേകം തയ്യാറാക്കിയ വാഹനങ്ങളിൽ ഓരോ ഇടങ്ങളിലേക്ക് അയക്കുന്നത്. ഇവയെല്ലാം താൻ തൊഴിലാളികൾക്ക് നൽകുന്ന സ്നേഹത്തിന്റെ പകർപ്പാണെന്ന് പറയുന്ന ഇദ്ദേഹം തന്റെ ഈ വളർച്ചയുടെ പ്രധാന പങ്ക് അവർ തന്നതാണെന്നും അവകാശപ്പെടുന്നു. അവർക്ക് കൊടുക്കുന്നത് സ്നേഹം മാത്രമാണ് കൊടുക്കുന്നത്. അവർക്ക് ഞാൻ കൊടുക്കുന്നത് എൻ്റെ സ്നേഹമാണ്. അതവർക്ക് നന്നായിട്ട് അവർ അതിനേക്കാൾ ഇരട്ടി എനിക്ക് തിരിച്ച് തരുന്നുണ്ട്. അത് തന്നെ ആയിരിക്കണം ഇതിൻ്റെ രഹസ്യം. അന്നു മുതൽ ഇന്ന് വരെയും വന്നവരെല്ലാവരും വരുന്നുണ്ട്. അതിലാരും പോയിട്ടില്ല.
ആരുമായിട്ട് ഒന്നും അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും അങ്ങനെ ചെയ്യണം എന്നൊന്നും പറയേണ്ട അവസ്ഥയൊന്നും വന്നിട്ടില്ല. എല്ലാം അവർ അറിഞ്ഞ് ചെയ്യുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഇല്ലെങ്കിലും സംഭവം പണി ഞാൻ ഓർഡർ എടുത്ത് അത് വർക്ക് ഷീറ്റ് ആയിക്കഴിഞ്ഞാൽ അത് അവർ ചെയ്തിരിക്കും. യാതൊരു മാറ്റവും ഉണ്ടാകത്തില്ല, ഡിലേ വരില്ല, ലേറ്റ് ആകില്ല. ഇന്ന് വരെ ഒരു ഭക്ഷണം ലേറ്റായിട്ട് ഒരു സ്പോട്ടിലെത്തിയ എപ്പോഴും ബിഫോർ ടൈമിന് എത്തിക്കാൻ സാധിക്കുന്നുണ്ട് അവർ. ഈ മെയിൻ ഷെഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം പുതിയ പുതിയ പണികൾ സ്വയം മനസ്സിലാക്കാനും ഒക്കെ ശ്രമിക്കാറുണ്ട്. ചില സാധനങ്ങൾ അറിഞ്ഞുകൂടാത്ത സാധനങ്ങൾ നെറ്റ് വഴിയൊക്കെ ഇപ്പം ഏത് വിഭവം വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ ഈസിയാണ്. ചൈനീസ് ആണെങ്കിലും നോർത്ത് ഇന്ത്യൻ എന്ത് വേണമെങ്കിലും എളുപ്പമാണ്. പെട്ടെന്ന് പുള്ളിക്ക് പഠിക്കാനുള്ള ഒരു കഴിവ്. അപ്പം അത് ഞങ്ങൾ ചർച്ച ചെയ്തും പോരായ്മകൾ മനസ്സിലാക്കിയും ഒക്കെ ഞങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അത് ഞങ്ങളുടെ യാത്രക്കിടയിൽ നമുക്കിപ്പോൾ ഓരോ അനുഭവങ്ങളാണ്, ഓരോ സ്ഥലത്ത് കഴിക്കുന്ന ഫുഡിൻ്റെ ക്വാളിറ്റി, ടേസ്റ്റ്. അപ്പോൾ കഴിക്കുമ്പോൾ നമുക്ക് അതിൽ മാറ്റങ്ങൾ വരുത്തണോ, എങ്ങനെ വേണോ, അതിങ്ങനെ ആയിരുന്നാൽ എങ്ങനെയായിരിക്കും, അങ്ങനെയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്ത് തന്നെയാണ്. പ്രത്യേകിച്ച് ട്രെയിനിങ് നമ്മൾ പരസ്പരമുള്ള ഒരു ചർച്ച അത്ര തന്നെയാണ്. ഇന്ന് ആവശ്യക്കാരൻ്റെ ആവശ്യാനുസരണം വെജിറ്റേറിയൻ ഭക്ഷണവും നോൺ വെജിറ്റേറിയൻ ഭക്ഷണവും എല്ലാം തയ്യാർ ചെയ്തു വരുന്ന ഇവിടെ പ്രത്യേകം വിഭാഗങ്ങളിലായാണ് ഇവ പാകം ചെയ്യുന്നത്. സെക്ഷനുണ്ട് ഞങ്ങൾക്ക്, പ്രത്യേക സെക്ഷൻ. അത് ഇതുമായിട്ടൊന്നും കൂട്ടിക്കലർത്താതെ അതൊരു പ്രത്യേകമായിട്ടാണ് ചെയ്യുന്നത്. ചിലർക്ക് വെജിറ്റേറിയൻ മാത്രമുള്ള ആൾക്കാരുണ്ടാവാം, അപ്പോൾ ഇതിലോട്ട് അത് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് തന്നെ ചെയ്യുന്നു നോൺ വെജ്. പിന്നെ ബ്രാഹ്മിൻസ് കല്യാണം വരാറുണ്ട്, അതിന് പ്രത്യേകം സെക്ഷനുണ്ട്, അത് ചെയ്യാനായിട്ട് പ്രത്യേകം ആൾക്കാരുണ്ട്. അത് വളരെ വ്യത്യസ്തമാണ്. നമ്മുടെ സാധാരണ നമുക്ക് ചെയ്യുന്ന പോലെ തിരുവനന്തപുരത്തുടെയോ എറണാകുളത്ത് പോയി ചെയ്യുന്ന പോലെ അതിനൊരു പ്രത്യേക തരം രീതിയിൽ ഉള്ള പാചകമാണ് അതിൻ്റെ ബ്രാഹ്മിൻസിൻ്റെ. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കി ചെയ്യാനുള്ള ആൾക്കാരുണ്ട്, കുക്കുകളുണ്ട്. പല സ്ഥലങ്ങളിൽ പല രീതിയിലാണ്. ഇപ്പോൾ അവിയൽ എന്ന പേരിലുള്ള സാധനം തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ പല രീതിയിലാണ്. തിരുവനന്തപുരത്തെ അവിയൽ എന്ന് പറയുന്നത് നന്നായിട്ട് കുഴഞ്ഞിരിക്കണമെന്നാണ് ആഗ്രഹിക്കുന്ന ആൾക്കാർ, കുറച്ചൊന്ന് കുഴഞ്ഞിരിക്കണം. പക്ഷേ നേരെ തിരിച്ച് എറണാകുളത്ത് എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ചേനയൊക്കെ ഏകദേശം ഒരു കഷ്ണമായിട്ട് കിടക്കണം ആഗ്രഹം, അങ്ങനെയാണ് അവിടെയുള്ള രീതി. സാമ്പാർ അവിടെ എരിയും പുളിയൊക്കെ നല്ല ചൊടിയായിട്ട് നിൽക്കും, നല്ല കുറച്ച് സ്ട്രോങ്. ഇവിടെ അത് വേണ്ട, ഇവിടെ എരിവ് കുറച്ച് മതി, മധുരം കുറച്ച് മതി. അങ്ങോട്ട് പോകുന്ന മധുരം, തൃപ്പൂണിത്തുറയൊക്കെ മധുരം കൂടുതൽ വേണം. അപ്പോൾ ഈ തിരുവനന്തപുരത്തെയും അവിടുത്തെയായിട്ട് വ്യത്യാസം എന്ന് പറഞ്ഞാൽ പഞ്ചസാരയിൽ അര കിലോ പഞ്ചസാരയുടെ വ്യത്യാസം തന്നെയുണ്ട് ഒരു പായസത്തിൽ. ഇവിടെയായിട്ട് പാലട ചെയ്യുമ്പോൾ അവിടെ 2.5 കിലോ 10 ലിറ്റർ പാലിന് 2.5 കിലോ പഞ്ചസാര ഇടുകയാണെങ്കിൽ വേണ്ടത് 2 കിലോ മതി. മധുരവും പുളിയും എരിവും എല്ലാം ഓരോ സ്ഥലത്തിൽ വ്യത്യാസമാണ്. കഴിക്കുന്ന രീതി, വിളമ്പുന്ന രീതി എല്ലാത്തിലും വ്യത്യാസമുണ്ട്. ആ വ്യത്യാസങ്ങൾ നമ്മൾ ഓരോയിടത്തും മനസ്സിലാക്കാൻ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോൾ, അറിഞ്ഞൂടാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ അവിടുത്തെ ആദ്യമായിട്ട് ഓർഡർ എടുക്കാൻ ചെല്ലുമ്പോൾ ആ പരിസരത്തുള്ളവരുമായിട്ട് സംസാരിക്കാറുണ്ട്. അപ്പോൾ അടുത്ത സമയത്ത് ഞാൻ അഞ്ചലിലൊരു വർക്ക് ചെയ്തു. എനിക്ക് അഞ്ചൽ ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു ഇതിന് മുന്നേ. അവിടത്തെക്കുറിച്ച് അറിഞ്ഞത് അവിടെ ക്വാണ്ടിറ്റി ഭയങ്കരമാണ്, നന്നായിട്ട് ക്വാണ്ടിറ്റി എടുക്കണം, നല്ല ക്വാണ്ടിറ്റി വേണം. അത് വളരെ നേരത്തെ ഞങ്ങൾക്ക് അറിയാൻ പറ്റിയതുകൊണ്ട് നമുക്കത് കരുതി ചെയ്യാൻ പറ്റും. അതൊക്കെ ആ സ്ഥലത്തെ ചെല്ലുന്ന അവിടുത്തെ ആൾക്കാരുമായിട്ട് സംസാരിക്കുക, കസ്റ്റമറോട് തന്നെ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ഇവിടുത്തെ, അറിഞ്ഞൂടെങ്കിൽ അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാറുണ്ട് കാര്യങ്ങൾ. ഇന്നത്തെ കാലത്ത് ഇത് വളരെ അനുഗ്രഹമാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. കാരണം പലർക്കും കല്യാണം ഡേറ്റ് എടുക്കുമ്പോൾ, അല്ലെങ്കിൽ വിദേശങ്ങളിൽ നിന്നോ നാട്ടിൽ പലർക്കും വന്ന് ഇവിടെ നിന്ന് ആരുടെ ബന്ധത്തിൽ വിട്ടാണെങ്കിലും അവർക്ക് വർക്ക് ചെയ്യാനൊക്കെ സമയം കിട്ടത്തില്ല. പണ്ടൊക്കെ എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഒരു ഫുൾ ഫാമിലി ആണ് ഇതിന് പുറകിൽ ഒരു കല്യാണമെന്ന് പറഞ്ഞ് വർക്ക് ചെയ്യാനായിട്ട് കാരണവന്മാരും എല്ലാവരുമായിട്ട് ഓടുന്നത്. ഇപ്പോൾ ഞാൻ ഒരാളോ അല്ലെങ്കിൽ ഞാനല്ല ഏത് കേറ്ററാണെങ്കിലും ഒരാൾ വിചാരിച്ചാൽ ചെയ്യാൻ പറ്റുന്ന വിഷയമാണ് ഈ സംഭവം. ഒരു കല്യാണം എന്ന് പറയുന്നത് അത്ര വലിയൊരു വിഷയമല്ല, പണ്ടൊരു വലിയൊരു സംഭവമായിരുന്നു. വീട്ടിൻ്റെ മുമ്പിൽ പന്തലിട്ട് അതിനുള്ള സാധനങ്ങൾ വളരെ നാളിന് മുമ്പേ മുളകും മല്ലിയൊക്കെ എടുത്ത് ഉണക്കിയൊക്കെ വെച്ച് അത് പൊടിച്ച് വളരെ നാളിന് മുമ്പ്. ഇത് ഞങ്ങൾക്കിപ്പോൾ നാളൊരു കല്യാണമാണെന്ന് ഇന്ന് രാവിലെ അറിയാൻ പറ്റിയാൽ ചിലപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കൊണ്ട് തന്നെ തയ്യാറെടുക്കാൻ പറ്റും നാളത്തെ കല്യാണത്തിന്. ആ ഒരു അവസ്ഥയിലെത്തി. അത് വളരെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ളവർക്ക് വളരെ ഒരു ഉപയോഗപ്രദമാണെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയും. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് വിട്ട് പോണ്ടിച്ചേരി ചെയ്തിട്ടുണ്ട്, ചെന്നൈയിൽ ചെയ്തിട്ടുണ്ട്. ചെന്നൈയിൽ ഒരു 4-5 വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പോണ്ടിച്ചേരി ഒരു ഫെസ്റ്റിവൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പോണ്ടിച്ചേരിയിൽ
പിന്നെ അങ്ങോട്ട് പോകാണെങ്കിൽ പാലക്കാട് അങ്ങോട്ടുള്ള സ്ഥലങ്ങളിൽ ഏകദേശം ഉള്ള എല്ലാ സ്ഥലങ്ങളിലും ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അടുത്തുള്ള നാഗർകോവിൽ ഇങ്ങോട്ട് പോകുമ്പോൾ നാഗർകോവിൽ ചെയ്യുന്നു. നാഗർകോവിൽ വരെ എപ്പോഴും വർക്കുള്ള സ്ഥലമാണ് നാഗർകോവിൽ. ഇന്ന് വിവാഹമെന്ന് പറയുന്നത് ആഡംബരങ്ങളുടെ അവസാന വാക്കാണ്. അതുകൊണ്ട് തന്നെ എല്ലാം ഒരു ഇവന്റ് മാനേജ്മെന്റ് ഗ്രൂപ്പിനെ ഏൽപ്പിച്ച് ചുമതലയിൽ നിന്നും പിൻവാങ്ങുന്ന കുടുംബങ്ങൾക്ക് ഇദ്ദേഹത്തെ പോലുള്ളവർ ഒരു അനുഗ്രഹമാണ്. കാർ ഡെക്കറേഷനിൽ തുടങ്ങി ഹോൾ ഡെക്കറേഷനും ബ്യൂട്ടീഷ്യനിലും വരെ നീളുന്ന ഈ പട്ടികയിൽ ആഹാരം വിളമ്പി നൽകുന്നതുവരെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും വളരെ സൂക്ഷ്മതയോടും ചിട്ടയോടും നടത്തേണ്ടതാണ്.